ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വിൻ്റർ മസ്റ്റ് ഹാവ് സ്കിൻ കെയർസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, അതായത് വിൻ്റർ സീസൺ നമ്മൾ മറ്റ് സീസൺസുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആക്കും. ഡ്രൈനെസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക, ഓരോരുത്തരെയും സ്കിൻ ടൈപ്സ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മോയ്സ്ചറൈസേഴ്സ് പല ഇൻഗ്രീഡിയൻസ് ബേസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, പിന്നെ നോക്കുകയാണെങ്കിൽ ഷീ ബട്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള നിയാസിനാമൈഡ്, അങ്ങനെ കുറേ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റസിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഓയിലി ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പം കുറച്ചുകൂടെ അവരുടെ സ്കിന്നിന് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ജെൽ ബേസ് ആയിട്ടാണ്. പക്ഷേ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, ബ്രൈറ്റ്നസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, നല്ല മോയ്സ്ചറൈസർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു നോർമൽ അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർ ആണെങ്കിൽ ഒരിക്കലും ജെൽ ബേസ് ചൂസ് ചെയ്യരുത്. ബിക്കോസ് അവർക്ക് വേണ്ട പ്രോപ്പർ ഹൈഡ്രേഷൻ ക്രീം ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ മാത്രമേ തരുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. നോർമലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർ നല്ല രീതിക്ക് ഡ്രൈ ആയിരിക്കും അവരുടെ സ്കിൻ ഒന്നാമത്. അതോടൊപ്പം തന്നെ വിൻ്റർ സീസൺ ആകുമ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആവും. ഒരു ഡ്രൈനെസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടും. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നല്ല രീതിക്കാണ്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആൻഡ് ടെക്സ്ചറിലുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആർക്കെങ്കിലും നല്ല നല്ല മോയ്സ്ചറൈസേഴ്സും അതോടൊപ്പം തന്നെ സിറംസൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ ഒരു വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസേഴ്സൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് എന്ന് വെച്ചാൽ സിറം. നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിറം പലതരത്തിലുണ്ട്. വൈറ്റമിൻ സി ഉണ്ട്, റെറ്റിനോൾ ഉണ്ട്, ഇതേപോലെ സിറത്തിലും കുറേ നിയാസിനാമൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ വരികൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ നിങ്ങളുടെ കൺസേൺ നല്ലൊരു ഗ്ലോ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലൊക്കെ മേ ബി പിമ്പിൾസ് ഒക്കെ പോയി കഴിയുമ്പോൾ മാർക്സ് ഒക്കെ ഉണ്ടാവും. അതായത് ആക്നി സ്പോട്ട്, ഡാർക്ക് സ്പോട്ട്, സ്റ്റബോം പോലത്തെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് വൈറ്റമിൻ സി പോലുള്ള ഫേസ് സിറംസ് ആണ് കേട്ടോ. പിന്നെ ഒരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാം. നിയാസിനമൈഡ് ആണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ്സും സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സാലിസിലിക് ആസിഡും ഇതേപോലെ കൺസേൺ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിറംസ് യൂസ് ചെയ്യുമ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, അവനവൻ്റെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കണ്ടീഷൻ നമ്മൾ മോയ്സ്ചറൈസറിൽ പറഞ്ഞ പോലെ തന്നെ കൺസേൺ അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏത് തരം സിറം ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രീതിക്കുള്ള സിറംസ് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ മസ്റ്റായിട്ടും അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് സിറം യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സിറം യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി സിറംസിൽ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ക്രീം ബേസ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം അതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. വിത്തിൻ 5 days കൊണ്ട് ഗ്ലോ കിട്ടുന്നതും ഡാർക്ക് സ്പോട്ട് 3 ദിവസം കൊണ്ടൊക്കെ കറക്റ്റ് ചെയ്യുന്നൊക്കെ സിറംസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിലിഗ്രിമിൻ്റെ ഒക്കെ ബ്രാൻഡിലൊക്കെ നമുക്കറിയാം ഗ്ലോ സിറം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു കാരണവശാലും ഹൈ കോൺസെൻട്രേഷൻ ലെവൽ അതായത് കോൺസെൻട്രേഷൻ ലെവൽ കൂടുതലുള്ള സിറംസ് യൂസ് ചെയ്യരുത്. എപ്പോഴും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ 2%, 1% ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അവർ നേരെ പോയിട്ട് നിയാസിനമൈഡ് സിറം നല്ലതാണെന്ന് വെച്ചിട്ട് 10% നിയാസിനമൈഡ് കോൺസെൻട്രേഷൻ ലെവലുള്ള സിറംസ് ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ സിറംസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പതിയെ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻസോ പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോട്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വീക്ക്ലി 2 times അങ്ങനെ അടുത്ത വീക്കാകുമ്പം അത് ഗ്രാജുവലി 3 പ്രാവശ്യമായിട്ട് അങ്ങനെയൊക്കെ കൂട്ടി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സിറം നമ്മൾ പറഞ്ഞു, മോയ്സ്ചറൈസർ പറഞ്ഞു, ഇത് രണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തത് ടോണർ. അപ്പോൾ ടോണർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു pH ഒക്കെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യാനും ഹൈഡ്രേഷൻ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടോണർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടോണറും നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ടോണർ യൂസ് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈസ് നോക്കുകയാണെങ്കിൽ
ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ്, ആഫ്റ്റർ ദാറ്റ് ടോണർ. അതിന് ശേഷം വേണം നമ്മൾ സിറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോണർ നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡീപ്പായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഓൾറെഡി നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ പോകും. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ലെവലിന് വേണ്ടി നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ പോഴ്സ് ഒക്കെ സീൽ ചെയ്യും. സീൽ ചെയ്യും. അപ്പോൾ പോഴ്സ് സീൽ ചെയ്യാന്ന് വെച്ചാൽ ഈ ഓപ്പണിംഗ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് pH ബാലൻസ് ചെയ്യും, നല്ലൊരു ഹൈഡ്രേഷൻ തരും. അപ്പോൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കണ്ടീഷൻ ആൻഡ് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള ടോണേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടോണർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 ടൈംസ്, അതായത് ഡെയിലി, അതായത് AM ആൻഡ് PM റുട്ടീനിൽ ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അടുത്തതെന്ന് വെച്ചാൽ ലിപ് കെയർ ആണ് കേട്ടോ. ലിപ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ വിൻ്റർ സീസണിൽ നമ്മുടെ ലിപ്സ് നല്ല രീതിക്ക് ഡ്രൈ ആൻഡ് ചാപ്ഡ് ഒക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നല്ല ഹൈഡ്രേഷൻ ആൻഡ് നറിഷ്മെൻറ്റ്, മോയ്സ്ചറൈസേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ലിപ് ബാംസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഡേ ടൈമിൽ മാക്സിമം SPF 30 ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ ലിപ് ബാംസ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. സൺ പ്രൊട്ടക്ഷൻ മസ്റ്റ് ആയിട്ടുള്ള ലിപ് ബാംസ്. അപ്പോൾ ലിപ് ബാം നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മുടെ ചുണ്ടിലെ ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ടു നമുക്ക് തന്നെ തൊട്ട് നോക്കുമ്പോൾ ഫീൽ ആവുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴും മോയ്സ്ചറൈസേഷൻ, നറിഷ്മെൻറ്റ് ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ആണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ, ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വൈറ്റമിൻ C ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനത്തെ നമ്മുടെ ലിപ്പ് ഒന്ന് ഡാർക്കർ മാറ്റിയിട്ട് ഒന്ന് ലൈറ്റൻ അപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക. എപ്പോഴും SPF എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ലിപ് ബാമിൻ്റെ കാര്യത്തിൽ. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് നമുക്ക് ഐ കെയർ ആണ് കേട്ടോ. പിന്നെ ലിപ് ബാം യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് വീക്ക്ലി 2 ടൈംസ് ഒക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ് നല്ല രീതിക്ക്, അതായത് ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ്, പ്ലംബറൊക്കെ ആക്കാൻ വേണ്ടിയിട്ടും ഒന്നുകൂടെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഐ കെയർ മെയിൻലി നമ്മൾ പഫി ആയിട്ടുള്ള ഐസ്, അതോടൊപ്പം തന്നെ നമുക്ക് പലധികം സ്ട്രെസ്സസ് ഒക്കെ കാരണം, ഉറക്കമില്ലായ്മയൊക്കെ കാരണം നമ്മുടെ ഐസിൻ്റെ ഏരിയ ഭയങ്കരമായിട്ട് എന്താ പറയുക വീർത്ത് തടിച്ച് ഒരു എന്താ പറയുക അണ്ടർ ഐ ബാഗ്സ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒക്കെ പലരുടെയും പ്രോബ്ലം ആയിരിക്കും. അതായത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഐ ക്രീം ഐസിൻ്റെ ഏരിയയിൽ നമ്മൾ നന്നായിട്ട് നല്ല മോയ്സ്ചറൈസേഷൻ ആൻഡ് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഐ ക്രീം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന സിറ്റുവേഷനിൽ ഐസ് ഭയങ്കരമായിട്ട്, അതായത് ഐസിൻ്റെ ഏരിയ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചുളിഞ്ഞിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നോർമലി ജസ്റ്റ് നമ്മുടെ ഫേസിൽ നോക്കുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയും. അതായത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ അറിയുന്ന ഒരു ഭാഗമാണ് ഐസിൻ്റെ ഏരിയ, നമ്മുടെ ഈ ഒരു മൗത്തിൻ്റെ ഏരിയ ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഐ കെയർ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഐ ക്രീം യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഐ ജെല്ലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ഐ ക്രീംസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസർ, സിറം, ടോണർ, പിന്നെ ലിപ് കെയർ കൊടുക്കുക, ഐ കെയർ കൊടുക്കുക. ഇനിയുണ്ട് സൺസ്ക്രീനിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, കുറേ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ SPF നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം കേട്ടോ. സൺസ്ക്രീനും നിങ്ങൾ ഷുവറായിട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെയാണ് വിൻ്റർ മസ്റ്റ് ഹാവ്സ് എന്ന് പറയുന്നത്. സ്കിൻ കെയറിൽ നമ്മൾ മസ്റ്റായിട്ടും എന്താ പറയുക ഒഴിവാക്കാതെ കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.